CPM നേതാവ് KJ ഷൈനെ അധിക്ഷേപിച്ചെന്ന കേസിൽ എറണാകുളം പറവൂരിലെ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ അറസ്റ്റിലായിരിക്കുന്നു. എറണാകുളം റൂറൽ പോലീസാണ് ഗോപാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, ഈ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്നാണ്, അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഈ KJ ഷൈനെതിരായിട്ടുള്ള പ്രചാരണങ്ങൾ തുടരുന്നതെന്നുള്ളതാണ് വാദം. ഇപ്പോൾ എന്ത് വകുപ്പാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്? IT ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ ഗോപാലകൃഷ്ണനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയിരുന്നു. എറണാകുളം സെഷൻസ് കോടതി ആ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇത് ജാമ്യത്തിൽ വിടാനും കഴിയുന്ന കുറ്റകൃത്യമാണ് എന്ന് കണ്ടെത്തി ഒരു ഉത്തരവിട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഗോപാലകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. ഗോപാലകൃഷ്ണനിൽ നിന്നാണ് ഈ പ്രചാരണത്തിന്റെ തുടക്കം എന്നതായിരുന്നു KJ ഷൈൻ്റെ അടക്കം ആരോപണം. അതിൽ വിശദമായി അന്വേഷണം നടത്തി. ഈ ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിശദമായി പരിശോധിച്ചു. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ അടക്കം വീട് റെയ്ഡ് ചെയ്ത് നേരത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ്. അതിന്റെ ശാസ്ത്രീയ പരിശോധന ഇനി നടക്കാനുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് KM ഷാജഹാനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഷാജഹാന് എറണാകുളം CJM കോടതി ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തത്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട 4 പ്രതികളാണ് ഇപ്പോഴുള്ളത്. ഇനി കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിച്ചു വരുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമ പോസ്റ്റുകളൊക്കെ തന്നെ പരിശോധിച്ചു വരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം.